ഇടത് വലത് മുന്നണികളെ ഒരുപോലെ തുണയ്ക്കുന്ന പാറശാല നിയമസഭാ മണ്ഡലം ഇത്തവണ ആർക്കൊപ്പമാകും. കഴിഞ്ഞ 2 തവണയും മണ്ഡലം പിടിച്ച CK ഹരീന്ദ്രന്റെ ജനകീയതയിലും വികസന പ്രവർത്തനങ്ങളിലും ഹാട്രിക് അടിക്കാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF. അതേസമയം മുൻ DCC പ്രസിഡന്റിന്റെ നെയ്യാറ്റിൻകര സനലിനെയാണ് മണ്ഡലം തിരികെ പിടിക്കാൻ UDF രംഗത്തിറക്കിയിരിക്കുന്നത്. കരമന ജയൻ തിരുവനന്തപുരം സെൻട്രലിലേക്ക് മാറിയപ്പോൾ പകരമെത്തിയ ഗിരീഷ് നെയ്യാറാണ് NDAയുടെ സ്ഥാനാർത്ഥി. പാറശാലയിൽ പാറുന്ന കൊടി ആരുടേതാകുമെന്നാണ് പരിശോധന. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിന്റെ തെക്കേയറ്റത്തെ മണ്ഡലമായ പാറശാല. ഇക്കുറിയും സിറ്റിംഗ് MLA CK ഹരീന്ദ്രനാണ് LDF സ്ഥാനാർത്ഥി. കൈക്കുള്ളിലിരുന്ന മണ്ഡലം തിരികെ പിടിക്കാൻ നെയ്യാറ്റിൻകര സനലിനെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി ഗിരീഷ് നെയ്യാറും പ്രചാരണത്തിൽ മുൻപന്തിയിൽ തന്നെയുണ്ട്. പാറശാല പോരിൽ ജനവിധി എന്താകും? മണ്ഡല രൂപീകരണം മുതൽ ഇടതിനെയും വലതിനെയും ഒരുപോലെ തുണച്ച പാറശാല 1957 UDF പിന്തുണയോടെ M കുഞ്ഞികൃഷ്ണൻ നാടാർ പാറശാലയിൽ ആദ്യമായി കോൺഗ്രസ് കൊടി പാറിച്ചു. പിന്നീട് 70-ൽ M സത്യനേശനിലൂടെ പാറശാല ഇടത്തേക്ക് കളം മാറി. ഇങ്ങനെ 2011 വരെ മാറിയും തിരിഞ്ഞും പിടിതരാതെ പാറ പോലെ ഉറച്ച മനസ്സായിരുന്നു പാറശാലയുടേത്. ഇതിനിടയിൽ 2006-ൽ പാറശാല MLA ആയിരുന്ന R സെൽവരാജ് കൂറുമാറി 2011-ൽ തൊട്ടടുത്ത നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി വിജയിച്ചതും ചരിത്രം. എന്നാൽ അതുവരെയുണ്ടായിരുന്ന പാറശാലയുടെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിയാണ് 2016-ൽ CK ഹരീന്ദ്രന്റെ കടന്നുവരവ്. സത്യനേശനും സുന്ദരൻ നാടാരും ഒന്നിലധികം തവണ മണ്ഡലം പിടിച്ചെങ്കിലും 2 ടൈം പൂർത്തിയാക്കി ഹരീന്ദ്രൻ ജനകീയനായി. എൻ്റെ മണ്ഡലത്തെ ആളുകളുമായി എനിക്ക് അത്രമാത്രം ബന്ധമുണ്ട്. അവരുമായി വ്യക്തിപരവും കുടുംബപരവുമായുള്ള ബന്ധങ്ങളുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാത്തവരായി വളരെ അപൂർവമാണുള്ളത്. ഞാനിവിടെയാണ് പഠിച്ചത്, ലംസൺ കോളേജിലാണ് പഠിച്ചത്. അന്ന് ഞാൻ ഇതുവഴി നടന്നും സംഘടനാ പ്രവർത്തനം നടത്തി പോകുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് അത്രമാത്രം ബന്ധമുണ്ട്. തികഞ്ഞ ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. മണ്ഡലത്തിന്റെ വികസനമാണ് CKയുടെ മേൽക്കൈ. അമ്പൂരിയിലെ കുമ്പിച്ചൽ കടവ് പാലം സംസ്ഥാനത്തിന്റെ തന്നെ പ്രധാന വികസന നേട്ടമായി അടയാളപ്പെടുത്തി. പാറശാല മണ്ഡലം അനുസരിച്ച് CKക്ക് തന്നെ വായ്പുള്ളൂ. CK ഹരീന്ദ്രൻ തന്നെ വരുന്നു ഇവിടെ. അതാണ് ചാൻസ് കൂടുതൽ. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ സർക്കാരിനെതിരായ വിഷയങ്ങളും മാറ്റം വേണമെന്ന വികാരവുമാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ ശക്തി. നെയ്യാറ്റിൻകര സനലാണ് CK ഹരീന്ദ്രന്റെ എതിരാളി. ഒരു 10 വർഷം ആയ സ്ഥിതിക്ക് ഒരു മാറ്റം വരണം. മാറ്റം കോൺഗ്രസ് തന്നെ വരണം. അവർക്ക് തന്നെ സാധ്യതയുള്ളൂ. காங்கிரஸ்னா ഇവിടെ മറ്റേ ഒരു അടിത്തരം മക്കൾ നിറയെ പേരുണ്ട്. അവർക്ക് ഫുള്ളാ കവർ ചെയ്യുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് തന്നെ വരണം. UDF ജയിക്കണമെന്നാണ് ആഗ്രഹം. 25,828 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥി അൻസജിദ റസലിനെ CK ഹരീന്ദ്രൻ പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 9% വോട്ടിന്റെ വർധനവ് കോൺഗ്രസിനുണ്ട്. പക്ഷേ അപ്പോഴും LDF സ്ഥാനാർത്ഥി രണ്ടാമത് വന്ന ജില്ലയിലെ ഏക മണ്ഡലം പാറശാലയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 9 ഗ്രാമപഞ്ചായത്തുകളിൽ 6 എണ്ണവും ഇടതിനൊപ്പമാണ്. വോട്ടിംഗ് ശതമാനത്തിലെ വർധനവാണ് NDAയുടെ പ്രതീക്ഷ. കരമന ജയനു പകരം ഗിരീഷ് നെയ്യാർ എന്ന പുതുമുഖമാണ് BJPയുടെ സ്ഥാനാർത്ഥി. പാറശാല സീറ്റ് നൽകാത്തതിൽ ഉടക്കി നിൽക്കുന്ന ഘടകകക്ഷിയായ കാമരാജ് കോൺഗ്രസിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണിത്. 2 ദിവസം മുന്നേ വിഷ്ണുപുരം ചന്ദ്രശേഖർജിയാണ് എൻ്റെ കൂടെ പാറശാല മുഴുവനും റോഡിൽ നടന്ന് ഒരു 3-4 മണിക്കൂറോളം എന്നോടൊപ്പം നടന്നാണ് അവിടെ വോട്ട് അഭ്യർത്ഥിച്ച് എനിക്ക് വേണ്ടിയിട്ട്. രാഷ്ട്രീയപരമായിട്ട് എല്ലാവരും ഘടകകക്ഷികളെന്ന് പറയുമ്പോൾ അവർക്ക് നല്ല സീറ്റ് കിട്ടാനും കൂടുതൽ സീറ്റ് കിട്ടാനും ഒക്കെ ശ്രമിക്കും. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമല്ലേ. നമ്മുടെ പ്രവർത്തകരായാലും ശരി, പൊതുജനങ്ങളായാലും ശരി, എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് കിട്ടുന്നത്. 2021-ൽ 2,19,131 വോട്ടർമാരുണ്ടായിരുന്ന മണ്ഡലത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം 1,94,692 വോട്ടർമാരായി കുറഞ്ഞിട്ടുണ്ട്. ജാതി സമവാക്യങ്ങൾ കൂടി നിർണായക ഘടകമാകുന്ന പാറശാലയിൽ ജനങ്ങൾ നെഞ്ചിൽ കുറിച്ച വിധി ഇനി ചൂണ്ടുവിരലിൽ പതിയാൻ മെയ് 9 വരെ കാത്തിരിക്കാം. ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനൊപ്പം ചന്തു ചന്ദ്രശേഖർ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.